യെസ്, ധനസുബോധ് പറഞ്ഞതുപോലെ വിവിധ വിഷയങ്ങളുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം മാത്രവുമല്ല, SIR നടപ്പാക്കിയതിനു ശേഷമുള്ള ആദ്യമായി വരുന്ന തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കൺഫ്യൂഷൻ നിരവധി കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല, നേരത്തെ ധനസുബോധ് ചൂണ്ടിക്കാണിച്ചതുപോലെ 2 ഘട്ടം മാത്രമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നൊരു പ്രത്യേകതയും ബീഹാറിൽ വരുന്നു എന്നുള്ളതാണ്. അത് മുന്നണികൾക്ക് ഏത് തരത്തിൽ സഹായകമാകും എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ധനസുബോധ് വീണ്ടും ചേരുകയാണ്. ധനസുബോധ്, മുന്നണികളെ സംബന്ധിച്ച് വലിയ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര അവിടെ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് NDA BJP അവിടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പ്രവർത്തനത്തിലേക്ക് നേരത്തെ തന്നെ കടന്നിട്ടുണ്ട്. പക്ഷേ 2 ഘട്ടം എന്നുള്ള രീതിയെ, ഇല്ലെങ്കിൽ 2 ഘട്ടം എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ഏത് തരത്തിലായിരിക്കും മുന്നണികൾ എടുക്കുക? എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ? ധന്യ, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പുതിയ വിവരങ്ങൾ കൂടിയുണ്ട്. അതായത് ഒക്ടോബർ 10 മുതൽ ആദ്യഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഒക്ടോബർ 13 മുതൽ 2ാം ഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒക്ടോബർ 10 മുതൽ 17 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 2ാം ഘട്ടത്തിൽ ഒക്ടോബർ 13 മുതൽ 20 വരെയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. 1ാം ഘട്ടത്തെ സൂക്ഷ്മ പരിശോധന ഒക്ടോബർ 18 നടക്കുന്നത്. 2ാം ഘട്ടത്തെ സൂക്ഷ്മ പരിശോധന ഒക്ടോബർ 21 നടക്കുന്നത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ നടത്തേണ്ടത് ഒക്ടോബർ 20 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒക്ടോബർ 23 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. നവംബർ 16 മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ 2 ഘട്ടമായിട്ട് തന്നെ നടത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട പാർട്ടികളുടെ തന്നെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഈ തീരുമാനം അവർ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പല ഘട്ടങ്ങളായി നേരത്തെ വോട്ടെടുപ്പ് നടത്തേണ്ട രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം ബീഹാറിൽ ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് 2 ഘട്ടങ്ങളായി തന്നെ നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും പാർട്ടികൾ ഉന്നയിച്ചത് എന്നുള്ളൊരു കാര്യം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 2 ഘട്ടം എന്ന രീതിയിലേക്ക് തന്നെ വോട്ടെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു മുന്നൊരുക്കം മാസങ്ങൾക്ക് തന്നെ തുടങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ 7 തവണയാണ് ബീഹാർ സന്ദർശിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി സൗദി സന്ദർശനം നടത്തുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും അദ്ദേഹം പിന്നീട് വരികയും പിന്നീട് അദ്ദേഹം ബീഹാറിലേക്കാണ് നേരിട്ട് പോയിരുന്നത്. ബീഹാറിലെ മധുബനിയിൽ വെച്ചാണ് ഈ പാകിസ്ഥാന് തിരിച്ചടി നൽകും എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചത്. ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. കാര്യം ഇത്തരത്തിലുള്ള ഒരു വോട്ടെടുപ്പ് ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ബീഹാറിലേക്ക് പോയത് എന്ന തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രചരണം അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ വോട്ട് ചോരി നടത്തിയതിനു ശേഷം, വോട്ട് ചോരി എന്നുള്ള ഒരു വിവാദം രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ബീഹാർ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൽ തന്നെ പല തട്ടിലായിരുന്നു അവരുടെ നിലനിൽപ്പുണ്ടായിരുന്നത്. RJD കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കണോ, കോൺഗ്രസ് കൂടുതൽ സീറ്റ് ചോദിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ 70ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് കേവലം 17ഓളം സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നത്. 2020 ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 75 സീറ്റ് നേടി ഒന്നാമതെത്തിയത് RJD ആയിരുന്നു. പക്ഷേ സഖ്യകക്ഷികൾ മതിയായ സീറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടത്. അപ്പോൾ പോലും 43 സീറ്റ് മാത്രം പക്ഷേ ആ കടുംപിടുത്തത്തിലൊക്കെ RJD നിൽക്കുമോ എന്നുള്ളതാണ്. മാത്രമല്ല, വോട്ടർ അധികാർ യാത്രയിൽ നമ്മൾ അതിന്റെ ഏറ്റവും, അതായത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതുകൂടി കണ്ടതാണ്. തേജസ്വി യാദവ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഇടഞ്ഞു നിന്നിരുന്ന ആം ആദ്മി പാർട്ടി പോലും ആ വിഷയത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള, ബീഹാറിന്റെ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള സമീപനം എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രതിപക്ഷത്തിന് വലിയ പ്രതീക്ഷയല്ലേ?
ധന്യ ഇപ്പോൾ ധന്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് ആം ആദ്മി പാർട്ടി ചില സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കില്ല. കാര്യം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ ഡൽഹിയിൽ നടത്തുന്നതും ഡൽഹിയിൽ വലിയ തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുകയും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ തോൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി കോൺഗ്രസുമായി കൈകോർത്ത് പിടിച്ചുള്ള ഒരു സന്ധി ചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യത്തിൽ BJPയെ ഏത് വിധത്തിലും തോൽപ്പിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്നുള്ളൊരു കാര്യം കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേകിച്ച് വലിയ സ്വാധീനം ഒന്നും ബീഹാറിലില്ല. പക്ഷേ എങ്കിൽ പോലും പാറ്റ്ന തുടങ്ങിയ തലസ്ഥാന മേഖല നഗരമേഖലകളിലെല്ലാം അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് ആം ആദ്മി പാർട്ടി. ഇതുകൂടാതെ ജനസുരാജ് എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പല സർവേകളിലും വ്യക്തമായ ഒരു നേട്ടം ഇവർക്കുണ്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഈ ജനസുരാജ് പാർട്ടി നേടുന്ന വോട്ട് ഏത് പാർട്ടിക്കായിരിക്കും കുഴപ്പം സൃഷ്ടിക്കുന്നത്, ഏത് പാർട്ടിക്കായിരിക്കും ഗുണം സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാര്യം OBC വോട്ട് RJDക്ക് കൃത്യമായി നിലനിർത്തുമ്പോൾ തന്നെ OBCക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ചാൽ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഒരു വിജയം നേടാൻ കഴിയുക. പക്ഷേ BJPയുടെ നിരന്തരം ഇറക്കുന്നൊരു തന്ത്രം OBCയുടെ വോട്ടുകൾ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ കൊടുക്കാതെ തന്നെ മറ്റു സമുദായങ്ങളെ കുർമി തുടങ്ങിയ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തി OBC ഇതര വോട്ടുകൾ BJP സഖ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും എന്നതനുസരിച്ചായിരിക്കും ഈ വോട്ടിംഗ് വിജയപരാജയങ്ങൾ ഉണ്ടാകുക. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, 2 പതിറ്റാണ്ടായി അവിടെ ഏത് പാർട്ടി വന്നാലും അധികാരത്തിലുണ്ടായാലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം തർക്കമുണ്ടാകാറില്ല. അത് നിതീഷ് കുമാർ തന്നെയാണ്. ചെറിയ മാസങ്ങളുടെ ഇടവേളയിൽ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുറച്ചു നാൾ ഒരു 10 മാസത്തോളം നിയോഗിച്ചു എന്ന് ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സമയത്തെല്ലാം നിതീഷ് കുമാർ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആയി ചുമതല ഏറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ധനസുമോദ് അവിടെ BJP ഭയക്കുന്നില്ലേ? മാത്രവുമല്ല ഇപ്പൊ 2 ഘട്ടം എന്നുള്ളത് സുരക്ഷാപരമായിട്ട് എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടി വരിക?